മൂഢ എന്ന് പറഞ്ഞാൽ അവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. മോശെയെ ന്യായപ്രമാണ പ്രകാരം കൊലപാതകം ചെയ്ത വ്യക്തിയായിരുന്നു ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ വിളിക്കപ്പെട്ടത്. അവന്റെ കുറ്റബോധം അവന് വരുത്തിയതിനു ശേഷം അവനെയും കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. യേശു പറഞ്ഞു, എന്റെ നിയമപ്രകാരം സഹോദരനോട് നിസ്സാര എന്ന് പറയുന്നവൻ, മൂഢ എന്ന് പറയുന്നവൻ, കോപിക്കുന്നവൻ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കും. അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് മോശയുടെ കാലത്ത് ഏത് ന്യായാധിപ സഭ എന്ന് ഉപയോഗിച്ചോ അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് യേശു ഇവിടെ ഉപയോഗിക്കുന്നത്. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ യേശു പ്രകാരമാണ് പറയുന്നത്. മോശെയെ ന്യായപ്രമാണ പ്രകാരം ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞോ അമ്പെയ്തോ വാളുകൊണ്ടോ വെട്ടിയോ കൊല്ലുന്നവനായിരുന്നു കൊലപാതകിയെങ്കിൽ യേശുവിന്റെ ന്യായപ്രമാണ പ്രകാരം സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകിയാണ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ എന്റെ കോപത്തിൽ നിന്നും മുക്തി നേടിയതായിട്ടുള്ള വ്യക്തിയാകുന്നു, എനിക്ക് കോപമില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നു. രണ്ടാമതായിട്ട് യേശു പറയുന്നത് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാത്തടത്തോളം സമയവും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനായി കഴിയുകയില്ല. Offense to man is an offense to God. മനുഷ്യരോട് വെറുത്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തോടും അത് വെറുപ്പാണ്. ഈ ലോകത്തിൽ നമുക്ക് പലതും ചെയ്യുവാനായിട്ടുണ്ട്. അതിലേറ്റവും വലുതായിട്ടുള്ള കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളതായിട്ടുള്ള ഘടകം. മൂന്നാമതായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാനും ക്ഷമിക്കുകയില്ല. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ മാത്രമേ നിങ്ങളുടെ കടങ്ങളും ദോഷങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിയുകയുള്ളൂ. വളരെ ലോജിക്കാ കർത്താവ് യോജിക്കുന്നത്. ആ ലോജിക്ക് അനുസരിച്ച് എത്ര ക്രിസ്ത്യാനിക്ക് പറയുവാൻ കഴിയും, ഞാൻ എന്റെ കടഭാരങ്ങളെല്ലാം നീങ്ങി പൂർണ്ണ വിശുദ്ധനായിട്ടാണ് ജീവിക്കുന്നത്. വാസ്തവത്തിൽ യേശു നമ്മെ പഠിപ്പിച്ചത് വളരെ യുക്തിപരമായിട്ടാണ്. അനേകരത് പ്രാർത്ഥിക്കുന്നില്ല. കാരണം സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥനയാണ്. അത് പ്രായോഗിക ജീവിതത്തിൽ ആക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അതിന്റെ തെറ്റൊന്നുമല്ല. അത് പ്രായോഗിക ജീവിതത്തിനാക്കുന്നുവെങ്കിൽ എത്രയോ മഹത്വം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ആദ്യത്തെ 3 പ്രാർത്ഥന ദൈവത്തിന് കൊടുത്തപ്പോൾ വീണ്ടും മനുഷ്യന് തുടങ്ങിയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. എത്ര മഹത്വകരമായ ഒരു പ്രാർത്ഥന! ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് കഴിയുമോ? നാലാമതായിട്ട് നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ അനുഗ്രഹത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ നിർത്തുന്നത് നമ്മൾ തന്നെയാണ്. ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. കാരണം മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാത്തിടത്തോളം സമയം മനുഷ്യനും ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കപ്പെടുകയില്ല. നാം പ്രാർത്ഥിക്കുന്നു, നാം ഉപവസിക്കുന്നു, ആരാധിക്കുന്നു, പല ക്രിസ്തീയ കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. നമ്മളിപ്പോൾ ബലഹീനരായ വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ക്യാൻസർ രോഗം മാറുന്നു, പല പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു. എളിയവരെന്ന് നാം കണ്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം കൊടുക്കുന്നു. മഹാന്മാരെന്ന് പറയുന്നവർ പ്രാർത്ഥിക്കുന്നു, ദൈവ ഉത്തരം കൊടുക്കുന്നില്ല. ദൈവത്തിന് ആരോടും പ്രത്യേകമായിട്ട് ഒരു പക്ഷാഭേദമോ മമതയോ വിരോധമോ ഇല്ല. എന്നാൽ എന്നെയും എന്റെ ദൈവത്തെയും നമ്മൾ അകറ്റുന്നത് ഒരൊറ്റ കാര്യമാണ്, ഞാനും എന്റെ സഹോദരനുമായ റിലേഷൻഷിപ്പ്. ആ ബന്ധം ഇവിടെ സ്ഥാപിക്കും. ഒരുപക്ഷെ മാതാവിനോടായിരിക്കാം, കുഞ്ഞുങ്ങളോടായിരിക്കാം, ഭർത്താവിനോടോ ഭാര്യയോടായിരിക്കാം പിണങ്ങിയിരിക്കാം. എത്രമാത്രം ദിവസം പിണങ്ങിയിരിക്കും? 3 മാസം. കഴിഞ്ഞിടയ്ക്ക് ഒരാളോട് പറഞ്ഞു, ഭാര്യയോട് വേണ്ടിയിട്ട് 3 മാസമായിരുന്നു. 3 മാസം എങ്ങനെ സംസാരിക്കാതെ ഇരിക്കും? കർത്താവ് പറയുന്നത് സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതാണ് ന്യായപ്രമാണമെങ്കിൽ, അതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചെങ്കിൽ വൈകിട്ട് സന്ധ്യാത്യാഗത്തെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും?
നാം തന്നെയാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. കർത്താവ് സ്വർഗീയ കവാടം തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ പ്രമാണമനുസരിച്ച് ജീവിക്കാത്ത, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാത്ത വ്യക്തിയെ ദൈവത്തിന് സ്വീകരിപ്പാനായിട്ട് കഴിയുകയില്ല. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ എന്തെങ്കിലും നിനക്ക് വിരോധമായിട്ടുണ്ട് എന്നറിഞ്ഞാൽ സന്ധ്യാസമയത്ത് യാഗം കഴിക്കുവാനായിട്ട് പോകുമ്പോൾ നിന്റെ യാഗം അവിടെ വെച്ചിട്ട് അവനോട് പോയി മുന്നമേ നിരന്നുകൊള്ളുക. ഇത് പൗലോസ് പറഞ്ഞതല്ല, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞതാണ്. ഇത് ഞാനും നിങ്ങളും ചെയ്യുവാനായിട്ട് പറഞ്ഞ ഇന്നത്തെ നമ്മുടെ യാഗം ആത്മീയ യാഗമാണ്, സ്തോത്രം എന്ന യാഗമാണ്, സ്തുതി എന്ന യാഗമാണ്, ശരീരത്തെ സമർപ്പിക്കുന്ന യാഗമാണ്. ഈ യാഗം ദൈവം സ്വീകരിക്കണമെങ്കിൽ യേശു പറയുന്നു, നീയും നിന്റെ സഹോദരനുമായിട്ട് ഒരു പ്രശ്നമുണ്ടോ, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് your worship is hypocrisy. ഈ ലോകത്തിൽ നിരപ്പ് പ്രാപിക്കാതെ നടത്തുന്ന ഓരോ പാട്ടും, ഓരോ ആരാധനയും, ഓരോ പ്രസംഗവും കാപട്യമാണ്, വെറും പ്രഹസനം മാത്രമാണ്. ദൈവമായിരിക്കേണ്ടുന്ന ആ പദവിയിലേക്ക് നാം ഉയരേണ്ടത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യവുമാണ്. യേശു പറയുന്നു, മറ്റുള്ളവർ ക്ഷമിച്ചില്ലെങ്കിലും ക്ഷമിക്കുവാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് നമ്മളാണ്. ഒരാള് നമ്മോട് വിരോധമായിട്ടിരിക്കുന്നു, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ ക്ഷമ ചോദിച്ചേക്കാം. അതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെയോ ആര് വിരോധിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഹേമിക്കുമ്പോൾ അങ്ങോട്ട് എന്ന് ക്ഷമ ചോദിക്കുവാനുള്ള അപൂർണ സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. താഴ്മ ബലഹീനതയല്ല, ക്ഷമ ചോദിക്കുന്നത് ബലഹീനതയല്ല, അത് ബലമാണ്, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമാണ്. അത് ചെയ്യുന്ന വ്യക്തിയെ മാത്രമേ ദൈവത്തിന് സ്വീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നീ ഇവനെ സ്വീകരിക്കണം, ഇവൻ മുൻസ്ഥിതിയിലായി നിന്റെ കൂടെ ആരാധിക്കണം. ഇവൻ വല്ലതും കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഞാനത് തിരികെ തരാം. ഇതാണ് ഫിലെമോന്റെ ലേഖനം. പ്രിയ സ്നേഹിതരെ, ഒരു വലിയ റെക്കൺസിലിയേഷൻ ഈ ലോകത്തിൽ ഉണ്ടാകേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. എത്ര കുടുംബങ്ങൾ നമ്മൾ ഇന്ന് ഭിന്നിച്ചിരിപ്പുണ്ട്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക്, അയൽവാസികൾ തമ്മിൽ വഴക്ക്, സഭയ്ക്ക് ഉള്ളിൽ വഴക്ക്, പാസ്റ്ററോട് വഴക്ക്, വിശ്വാസികൾ തമ്മിൽ സംസാരിക്കാതിരിക്കുന്ന അനുഭവം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നസ്രായന്റെ പേരിൽ, യേശുവിന്റെ പേരിലല്ലേ നമ്മൾ എന്ത് കാണിക്കുന്നത്? ഇതിനൊരു അവസാനം ആവശ്യമാണ്. ഇല്ല സഹോദര, നമ്മൾ ഒന്നാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്ന ഞാനും നീയും ഇവിടെ മാത്രമല്ല, സ്വർഗത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പോലെയായി അവന്റെ മഹിമ ധരിച്ച് കോടാനുകോടി വർഷം അവനോടുകൂടെ ജീവിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തിൽ നമ്മൾ വെറുക്കുവാനും പരിഹസിക്കുവാനും പിശാചിന്റെ സ്വഭാവം കാണിക്കുവാനും ഉള്ളവരല്ല. നമ്മൾക്ക് മാതൃകയായ ഒരു ജീവിതം ഈ ലോകത്തിൽ ആവശ്യമാണ്.